ക്ലാസ്സുകളിൽ താല്പര്യത്തോടെ സംബന്ധിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടാകുകയും പ്രാപിച്ചവർ അത് നിലനിർത്തുവാൻ ഉത്സാഹിക്കുകയും ചെയ്യണം എന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നു. അതിൻ്റെ ക്രമീകരണം ചെയ്ത ദൈവസഭയ്ക്കും കർത്തൃദാസനും പ്രത്യേകം നന്ദി പറയുന്നു. പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ സ്നാനം, ഈ അനുഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ആകയാൽ അതിനുവേണ്ടിയുള്ള ദാഹവും അതിനുവേണ്ടിയുള്ള വാഞ്ചയും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും തുടർന്ന് കൊണ്ടുപോവുക, നിലനിർത്തിക്കൊള്ളുക. കർത്താവ് എല്ലാവരെയും നിറയ്ക്കും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കും. വളരെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇനി നമുക്ക് ചിന്തിക്കുവാനുണ്ട്. എന്നാൽ ഇന്ന് ഈ ക്ലാസിന്റെ ഒടുവിലത്തെ നിമിഷത്തിൽ ഏതെങ്കിലും ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് നാം പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് നിശ്ചയമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ഇപ്പോൾ പറയാം, ബാക്കി പിന്നീട് അവസരം പോലെ പറയാം. പരിശുദ്ധാത്മാവിനോട് നാം പാലിക്കേണ്ട മര്യാദകൾ, അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേഗത്തിൽ നോക്കാം. ഒന്ന്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഒന്നാമത്തെ കാര്യം അറിയുക എന്നതാണ്. പരിശുദ്ധാത്മാവിനോട് നാം പാലിക്കേണ്ട മര്യാദയിൽ ഒന്നാമത്തേത്, അതിന്റെ ഡിസിപ്ലിനിൽ ഒന്നാമത്തേത് അറിയും. വാക്യം എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് ഏത് സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്? കൊരിന്ത്യ സഭയ്ക്ക്. എന്താണ് അവരോട് അറിയുന്നില്ല എന്ന് ചോദിച്ചത്? മന്ദിരമാണെന്നും നിങ്ങൾ അറിയുന്നില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം അറിയാത്തതുപോലെ പൗലോസിന് ഫീൽ ചെയ്തു, അല്ലേ? ഇപ്പോ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളല്ലാതെ ഒരാൾ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് മറന്നുപോവോ? പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ മറന്നുപോകും. ആള് വീട്ടിലെ ഒരു അംഗമായി കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ മറന്നുപോയിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. വളരെ ഗൗരവമുള്ളൊരു ചോദ്യം. ശ്രദ്ധ വിടാതെ വീണ്ടും നമുക്ക് അതിന്റെ ആഴത്തിലോട്ട് പോകാം. ഈ സഭയെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന സഭയാണ് കൊരിന്ത്യ സഭ. ആണോ? കൃപാവരങ്ങളെ കുറിച്ച് ഒറ്റ ബുക്കിലേ ഉള്ളത്. ഏത് ബുക്കാ? കൊരിന്ത്യ ലേഖനത്തിലേ ഉള്ളൂ. മെയിനായിട്ട് അന്യഭാഷയുടെ വിശദീകരണം വേണേ ഏത് ബുക്കിൽ പോകണം? കൊരിന്ത്യ ലേഖനത്തിൽ. അഭിഷേകത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ എവിടെ പോകണം? കൊരിന്ത്യ ലേഖനത്തിൽ പോകണം. കൊരിന്ത്യ ലേഖനത്തിലെ ആളുകൾ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരുന്നു? 14-ാം അധ്യായം 26 മുതൽ വായിക്കാം. ആകയാൽ എന്ന് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരെ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മിക വർധനയ്ക്കായി ഉതകട്ടെ. ഇതെല്ലാം ഉള്ള ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. നിങ്ങൾ കൂടി വരുന്ന സഭയിൽ കൂടി വരുമ്പോൾ ഇതെല്ലാം ഉണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ കാര്യം സമയമില്ല. ഇതെല്ലാം കൂടെ നടത്താൻ സമയമില്ല. ഇതിപ്പോ ഇങ്ങോട്ട്
പെൻസിൽ സ്കെയിൽ എന്നും പറഞ്ഞ് എടുത്തു വെക്കുന്ന ഇതെല്ലാം എടുത്തു വെക്കാൻ പറ്റിയ ഇതൊക്കെ ഗിഫ്റ്റാണ്. ഇതൊക്കെ മോളിൽ നിന്ന് വരേണ്ടതാണ്. മൈനത്തിന് ടൈമൊക്കെ ഉണ്ട്. വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ നടക്കത്തുള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം നമുക്ക് പറയാം, ഇതെല്ലാം വിശ്വസിക്കുന്ന സഭയാണ് നമ്മൾ. ആണോ? എന്നാൽ ഇവരിത് വിശ്വസിക്കുക മാത്രമല്ലായിരുന്നു, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ഞാൻ വിചാരിക്കുന്നു അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ടാവും. അവരെ ഒരു 4-5 മണിക്കൂറൊക്കെ ചിലപ്പോൾ വർഷത്തിന് എടുക്കുമായിരുന്നു. ടൈമില്ലാതെ പറ്റത്തില്ല. ഇപ്പം കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ചർച്ച എന്ന് പറയുമ്പോൾ കൂടുതൽ സമയം എടുക്കും. എന്തൊക്കെ ഉണ്ടായിരുന്നു? സങ്കീർത്തനം, ഉപദേശം, വെളിപ്പാട്, അന്യഭാഷ, വ്യാഖ്യാനം ഒക്കെ ഉണ്ടായിരുന്നു. 27 വായിച്ചേ. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവിടെ അന്യഭാഷയിൽ ആരാധിക്കുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. അന്യഭാഷയിൽ സഭയോട് ദൂത് പറയുന്നു. വേറൊരാളത് വ്യാഖ്യാനിക്കും. അത് തന്നെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാളും കൂടെ പറയാൻ തുടങ്ങും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. എന്തൊരാശ്വാസം. ചില സഭകളിൽ അന്യഭാഷ പോലുമില്ല. പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മലയാളം മാത്രം. അങ്ങനെ വളരെ സ്വസ്ഥത അനുഭവിക്കുന്ന ധാരാളം സഭകളുണ്ട്. അവിടെ ആളുമില്ല, അതുകൊണ്ട് വളരെ സ്വസ്ഥത. പല ഫോണുകളും വെറുതെ കിടപ്പുണ്ട്. കൊണ്ട് വളർന്നിട്ട നല്ല വചന പണ്ഡിതന്മാരാ. ഗ്രീക്ക് അറിയാലോ. ഈ സഭയിൽ വളരെ കൂടുതൽ ആളുകൾ അന്യഭാഷയിൽ മെസ്സേജ് പറയുമായിരുന്നു, ദൂത് പറയുമായിരുന്നു. വ്യാഖ്യാനികളും ഉണ്ടായിരുന്നു. ചില സമയത്ത് വ്യാഖ്യാനം ഇല്ലാതെ വരും. ആ സമയത്ത് അന്യഭാഷ ഈ ദൂത് പറയുന്ന ആൾ ചെയ്യണം, നടത്തണം. പക്ഷെ വർഷിപ്പ് ചെയ്യുന്നതല്ല. അന്യഭാഷയെ കുറിച്ച് പറയാം. അടുത്തത് 29 വായിച്ചാട്ടെ. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. കേട്ടോ? അപ്പൊ അവിടെ പ്രവാചകന്മാരും ക്യൂ ആയിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളും വളരെ കുറവുണ്ട് ഇപ്പൊ. എന്തുകൊണ്ടാണ് പറയാം, പിന്നീട് പറയാം. ഇരിക്കുന്നവരായി മറ്റൊരു വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ ഉണ്ടാതിരിക്കട്ടെ. എന്തൊരു സഭയല്ലേ. വാസ്തവത്തിൽ ഇതാണ് പെന്തക്കോസ്ത് സഭ. ഇതിലൊന്നും കുറയ്ക്കട്ടെ, ഇതെല്ലാം വേണം. നമ്മുടെ വിഷയത്തിൽ വരാം. എന്നിട്ട് പിന്നെ തിരിച്ച് സമയം ഉണ്ടെങ്കിൽ അന്യഭാഷയുടെ വിശദീകരണം പറയാം. ഈ സഭയോടാ ചോദിക്കുന്നത് ഏത് ചോദ്യം? ആദ്യത്തെ വാക്യം ഓർത്തേ. നിങ്ങൾ ദൈവത്തിന് മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും. ഇത്രയും പ്രവചനം ഉണ്ടായിട്ട് ഇവർക്ക് ഇത് മറന്നുകൊണ്ടോ? ഇവര് ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. പേഴ്സൺ എന്ന വിഷയം മറന്നുള്ളൂ. ഈ ഗിഫ്റ്റ് പവർ എന്നൊക്കെ പറയുന്നത് ഓൺ ചെയ്യുമ്പോഴേ വരുന്നുള്ളൂ. ഈ ലൈഫ് ഭയങ്കര സാധനമാണ്, പക്ഷെ ഓൺ ചെയ്യുമ്പോഴേ ഉള്ളൂ. എന്നാൽ പേഴ്സൺ, വ്യക്തി എന്ന നിലയിൽ ഇവനെ പരിചയപ്പെട്ടാൽ ഇവൻ എപ്പോഴാ ഉള്ളത്? എപ്പോഴും. കൊരിന്ത് സഭയുടെ പ്രശ്നം, ഇവർക്ക് പവർ അറിയാം, പേഴ്സണെ അറിയില്ല. ശക്തി അറിയാം, വ്യക്തി അറിയാം. അഥവാ ഇവർ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 1-ാം അധ്യായം 11-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോമയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. കേട്ടോ? കൂടി വരുമ്പോൾ ഭയങ്കര സംഗതിയാണ്. അത് കഴിയുമ്പോഴോ പറഞ്ഞോ, പേടിക്കണ്ട. അത് കഴിയുമ്പോൾ വഴക്കാം.
കൂടി വരുമ്പോൾ ഭയങ്കര ഉണർവ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇച്ചിരി കഴിയുമ്പോൾ എന്നാ തുടങ്ങും? വഴക്കൂടും. 3:1 മുതൽ വായിച്ചു. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ജഡീകൻ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പര്യായ പദം പറയാമോ? വായിച്ചെടുത്തുണ്ട്. കറക്റ്റ് വേർഡ് അവിടെയുണ്ട്. ക്രിസ്തുവിൽ ശിശുക്കൾ. അപ്പൊ ഒരാളെ നമ്മൾ ദേഷ്യം വരുമ്പോ അല്ലെങ്കിൽ ഒരാളെ ശരിയല്ലെന്ന് തോന്നുന്നു ജഡീകനാണെന്ന് കയറി പറയരുത്. ശിശു എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ കുഴപ്പമില്ല. ജഡീകൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന്, ശിശു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. രണ്ടും ഒന്ന് തന്നെ. ജഡീകൻ നമ്മൾ ഭയങ്കര നിഷ്ഠൂരന്മാരെ വിളിക്കുന്ന പദം. അങ്ങനെ ജഡീകനാണ്. അങ്ങനെയല്ലേ ബൈബിൾ ഉപയോഗിച്ചിരുന്നത്. ആത്മീയമായി വളർച്ചയില്ലാത്ത ആളെയാണ് ജഡീകൻ എന്ന് വിളിക്കുന്നത്. ക്രിസ്തു ശിശു. അപ്പൊ ശിശുക്കളെ പോലെ ആകണമെന്ന് വേറെ എഴുതിയിട്ടില്ലേ? ഉണ്ട്. ഇത്രേ ഉള്ളൂ. ശിശു ആയിരിക്കേണ്ട പ്രായമുണ്ട്. 10 കൊല്ലം കഴിഞ്ഞിട്ടും പാല് കുടിക്കുകയാണെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് ഇവര് എന്താ ഇവരുടെ അവസ്ഥ? വായിച്ചു 2-ാം വാക്യം. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. കേട്ടോ? ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ. ഭക്ഷിക്കാൻ കഴിയില്ല, പിന്നെ എന്തേ ഉള്ളൂ? കുടിക്കാനുള്ള കഴിവേ ഉള്ളു. പാല് മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പല്ലില്ല. നിപ്പിൾ ഫീഡിങ് അങ്ങനെ വലിച്ചു കുടിക്കും. എന്നാൽ നഖമുണ്ട്. വാക്യം 3. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഇതെല്ലാം ഉണ്ട്. ഭക്ഷണം കഴിക്കാനുള്ള കഴിവില്ലാത്തുള്ളൂ. എന്താ ഈ ഭക്ഷണം? വചനത്തിലെ ഡീപ്പായ ഉപദേശ സത്യങ്ങൾ ഗ്രഹിക്കാനുള്ള താല്പര്യമില്ല. അതാണ്. എന്ത് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് LKG UKG ക്ലാസ്സുകളിലാണ്. അവിടെ പഠിപ്പിച്ച സാറന്മാർക്ക് വഴക്ക് തീർക്കാനായി നേരമുള്ളൂ. എന്നെ എടുത്ത് നോണ്ടി, എന്നെ എടുത്ത് കുത്തി, ഒരുത്ത പെൻസിൽ എടുത്തു, ഒരുത്ത കടലാസ് എടുത്തു, ഒരുത്ത സ്ലേറ്റ് എടുത്തു, ഒരുത്ത നോക്കിയില്ല, ഒരുത്ത ചിരിച്ചു, ഒരുത്ത ചിരിച്ചില്ല. ഇങ്ങനെ എന്നും പ്രശ്നം തീർക്കല. അങ്ങനെയുള്ള സഭകൾ ആത്മീയമായി വളർച്ചയില്ലാത്ത സഭയാണ്. പക്വതയുള്ള ആളുകൾ ആ സഭകളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം സ്മൂത്തായിട്ട് കൊണ്ടുപോകും. നോക്കൂ, ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് വളർച്ചയില്ല. വാക്യം 4. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? ഒരു നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്. 4-ാം വാക്യത്തിൽ എന്താണ് അവിടുത്തെ പ്രശ്നം? ഗ്രൂപ്പിസം. ഈ ഗ്രൂപ്പിസം ഉള്ളപ്പോൾ അഭാവികളല്ലയോ എന്നാണോ പറഞ്ഞിരിക്കുന്നത്? എന്നോട് വായിച്ചു നോക്കി. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്ന് മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മഹാഭാവികൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സാധാരണ മനുഷ്യർക്കാണ് എന്ത് ഗ്രൂപ്പിസം. സാധാരണ മനുഷ്യർ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ അപ്പൊ ആരല്ല? സാധാരണ മനുഷ്യനല്ല, ഓർഡിനറി അല്ല. മനസ്സിലായോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ സാധാരണ മനുഷ്യനല്ല. ലെവൽ ഉയരണം. അപ്പൊ സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യത്തില്ല? വഴക്കുണ്ടാക്കത്തില്ല. സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ പിണങ്ങത്തില്ല. അവൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പ്രധാനമായിട്ട് കാണത്തുള്ളൂ. ഗ്രൂപ്പിസം, വ്യക്തിപൂജ, ആൾ ദൈവങ്ങളുടെ പുറകെ പോവുക, മനുഷ്യരെ ആരാധിക്കുക, മനുഷ്യരുടെ പുറകെ പോവുക, മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുക, ചിലരോട് ഭയങ്കര ഭക്തി പുലർത്തുക. ഇതൊന്നും ആത്മീയതയല്ല. ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ചില ആളുകളോട് ചോദിച്ചേ എടുക്കത്തുള്ളൂ. ചില വ്യക്തികളുടെ പുറകെ പോവുക. അത് പ്രവാചകന്മാരായിട്ടോ ആരെങ്കിലും ഒക്കെ മനസ്സിലിങ്ങനെ കാണും. ഇങ്ങനെ വ്യക്തികളുടെ പുറകെ പോവുക. ഇതെല്ലാം ആത്മീയ വളർച്ചയുടെ കുറവാണ്. കർത്താവുമായിട്ട് ബന്ധത്തിൽ വളരാത്തത് കൊണ്ടാണ്. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. എന്നാൽ 14 വായിച്ച വാക്യം മറക്കരുത്. കൂടി വരുമ്പോൾ എന്തുണ്ട്? ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. ഇത് കാണുന്ന ആളുകൾ
ഈ പറയുന്ന അനുഭവങ്ങളോട് തന്നെ പുച്ഛമാകും. ഇവരുടെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ പ്രവൃത്തി ഞായറാഴ്ചത്തെ അന്യഭാഷയും കൂടെ കൂട്ടി നോക്കിയിട്ട് കുറെ പേര് എന്ത് തീരുമാനിച്ചെന്നറിയാവോ? നമുക്ക് ഈ അന്യഭാഷ വേണ്ട. അങ്ങനെ ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവരിതെല്ലാം പറയുന്നെങ്കിലും പ്രവൃത്തിയിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനോട് നാം പാലിക്കേണ്ട മര്യാദ പറയാം. നാം ശക്തി പ്രാപിക്കുന്നതിനെ കുറിച്ച് ഇത്രയും ദിവസം പറഞ്ഞു. പക്ഷേ ഈ വ്യക്തിയെ മറക്കരുത്. സ്തോത്രം. ശക്തി എന്ന നിലയിൽ ചിന്തിച്ചാൽ പാട്ടുപാടി അതിന്റെ ആ 4ാമത്തെ വരി വരുമ്പോഴത്തന്നെ വരത്തുള്ളൂ. നല്ല വ്യക്തിയാണെങ്കിലോ എപ്പോഴും കൂടെ. ഇത് അറിയണം. പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ മനോഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അറിയുക. അറിയുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കൂടെ ഒരാളുണ്ടെന്ന് ഓർക്കുക. ആ വ്യക്തി വളരെ പ്രധാനപ്പെട്ടവനാണ്. അവനെ വ്യസനിപ്പിക്കരുത്, അവന് അസ്വസ്ഥത ഉണ്ടാക്കരുത്, അവന് ഇടം കൊടുക്കണം. അവന് കൊടുക്കേണ്ട മാനം, അവന് കൊടുക്കേണ്ട സ്ഥാനം ഹൃദയത്തിൽ കൊടുക്കുന്നില്ലെങ്കിൽ നാം അവനെ അവഗണിക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ആളുകളിൽ പലരും ഇത് നിലനിർത്തുവാൻ സാധിച്ചിട്ടില്ല. അതിന്റെ ദോഷം പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ അതെല്ലാം വിവരിച്ചു പോകാനായിട്ട് ഇനി ഒക്കത്തില്ല. ഈ അന്യഭാഷ അല്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയിട്ടും ഇത് തുടർന്നു പോകാൻ പറ്റുമോ? ഇങ്ങനെ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരും. സ്വഭാവത്തിൽ മാറ്റം വരുന്നുമില്ല, അന്യഭാഷ പറയുന്നുമുണ്ട്. പറ്റുമോ? പറ്റും. അതിനെല്ലാം വചനത്തിലൂടെ പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഒരു വരം ഒരാൾക്ക് കൊടുത്താൽ ഉടനെ ദൈവം അത് തിരിച്ചെടുക്കുന്നു. കാരണം നമ്മുടെ സ്വഭാവമല്ല ദൈവം. നമ്മളൊരു സംഗതിയൊക്കെ പിള്ളേർക്കാണെങ്കിലും മേടിച്ചു കൊടുത്താൽ ദേഷ്യം വന്നാൽ തിരിച്ചു മാറ്റി വെക്കും. ദൈവം അങ്ങനെയല്ല. ദൈവം വലിയവനല്ലേ. സംശയമുള്ളവർ പഴയ നിയമത്തിലെ ഈ ശിംശോന്റെ കഥ വായിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. എന്തോ ഒരു നുണയാ പറയുന്നത്. നുണ പറഞ്ഞ് ചെടിവെക്കുമ്പോൾ ഭയങ്കര ശക്തിയാണ്. കയറൊക്കെ പൊട്ടിപ്പോണു, കെട്ടിടെല്ലാം വലിച്ച് താഴെ ഇടുന്നു. പക്ഷെ പവർ പുള്ളിക്കുണ്ട്. പക്ഷെ ആള് കൃപയിൽ നിന്ന് വീണു. ആള് നുണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പുള്ളിക്ക് എന്തുണ്ട്? പവറുണ്ട്. ഒടുവിൽ ചെന്ന് പിശാചിന്റെ ചങ്ങലയിൽ കുടുങ്ങി കെട്ടിയിട്ടപ്പോഴാണ് മനസ്സിലായത് പവർ പോയത്. സെയിം തിങ്. ദൈവം ഒരു സംഗതി ഒരാൾക്ക് കൊടുത്താൽ ഇവിടെ കൊണ്ടുപോകണം ഞാൻ തന്ന കൃപയല്ല എന്ന് പറഞ്ഞ് പറയാതില്ല. നീ ബിസിനസ് ചെയ്തു, ഇവിടെ നീ കണക്ക് പറഞ്ഞോ. പ്രാപിക്കാൻ വളരെ എളുപ്പമാണ്, നിലനിർത്താൻ അതിനേക്കാൾ എളുപ്പം, അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. പ്രാപിക്കാൻ വളരെ നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്, പക്ഷെ നിലനിർത്താൻ വളരെ സൂക്ഷിക്കണം. ഓരോ വാക്കിലും ഓരോ ചിന്തയിലും പരിശുദ്ധാത്മാവിനെ റെസ്പെക്ട് ചെയ്യണം. Praise the Lord. സ്തോത്രം. നിങ്ങൾക്കിത് മാറ്റിവെക്കാൻ പറ്റുകയെന്നായി പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തായാലും ഒരു ഉദാഹരണം പറയുന്നേ. നമുക്കിതൊന്ന് എടുത്ത് താഴോട്ട് വെച്ചേച്ച് ചെയ്യാനൊക്കെ. അതുകൊണ്ട് പ്രാപിക്കണോ വേണ്ടത് ഒന്നുകൂടി ആലോചിക്കണം. ഇത് പ്രാപിച്ചാൽ ഈ പ്രാപിച്ച സാധനം ഹോളിൽ കൊണ്ട വെച്ചേച്ച് നമുക്കൊരു അത്യാവശ്യ ബിസിനസ് പോകാൻ ഒക്കെയല്ല. പോകുന്നിടത്തെല്ലാം ഇതും കൂടി എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. അപ്പൊ കൊണ്ടുപോകുന്ന സ്ഥലമെല്ലാം ഇങ്ങേർക്കും കൂടെ പിടിക്കുന്നതല്ലെങ്കിൽ ഇങ്ങേര് പതുക്കി അങ്ങ് പോകും. ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കും. അപ്പോൾ നമുക്ക് പല ബിസിനസ്സുകളും കുറയ്ക്കേണ്ടി വരും, പല ലാഭങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും, പല വഴക്കുകളിലും ഇടപെടാതെ മാറേണ്ടി വരും. നിനക്ക് ലഭിച്ചത് നഷ്ടപ്പെടാതിരിക്കുക. അതിനേക്കാൾ പ്രധാനപ്പെട്ടതൊന്നും ഈ ഭൂമിയിലില്ല. നിന്റെ മേൽപ്പാർന്ന ദൈവകൃപ അത് കളയാതിരിപ്പാൻ സൂക്ഷിക്കുക. അറിയുക. ഇതാണ് ഒന്നാമത്തേത്. അറിയുക. രണ്ടാമത്തേത് ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകം
2-ാം അധ്യായം 7-ാം വാക്യം. അത് ജ്ഞാനം ഭയക്കുന്നു, ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 11-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 17-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ 29-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്താണ് ഇതിന്റെ അർത്ഥം? Praise the Lord. നല്ല ശ്രദ്ധ വേണം. ചെവി ഉള്ളവൻ എന്നടുത്തടുത്തടുത്തടുത്ത് പറയും. അക്കാലത്ത് ചെവിയുള്ളവർ കുറവായിരുന്നോ എന്ന് പണ്ടൊരാൾ സൺഡേ സ്കൂളിൽ സംശയം ചോദിച്ചു. അല്ലെങ്കിൽ അങ്ങനെ ആവർത്തിച്ച് പറയുമോ? ശരിയായ അർത്ഥം എന്താണ്? ആത്മാവ് പറയുന്ന കേൾക്കണമെങ്കിൽ ആത്മച്ചെവി വേണം. ഇവിടെ ഈ കെട്ടിടത്തോട് കയറി ഇതിനകത്തോട് കയറി കഴിയുമ്പോ മൊബൈലിൽ സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ശരിയില്ലേ? എന്നാ കുഴപ്പം? എന്നാ റേഞ്ച് ഇല്ല. അപ്പൊ നിങ്ങൾ എത്രയോ പേര് ഇപ്പൊ വിളിക്കുന്നുണ്ട്. കിട്ടുമോ? ഇല്ല. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. പറഞ്ഞോണ്ടിരിക്കുക. ഞാനിത് ആത്മീയത്തിലോട്ട് വ്യാഖ്യാനിച്ചു. ഞായറാഴ്ച വിളിച്ചാൽ പരിധിക്കകത്ത്. 1 മണി 2 മണി കഴിയുമ്പോൾ പതുക്കെ റേഞ്ചിന് പുറത്തു പോകും. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. ഇനി ആൾ എന്ന് വരുന്ന പരിധിക്കകത്ത് സഭായം തുടങ്ങുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് പറയുന്നത് കേൾക്കാൻ ചെവി വേണം. റേഞ്ച് ഉള്ളിടത്ത് ജീവിക്കണം. കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞു എനിക്ക് ട്രാൻസ്ഫർ ആവർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു റേഞ്ച് ഉള്ളിടത്തോട്ടെ പോകാറുള്ളൂ. അപ്പൊ പുള്ളി ചോദിച്ചാൽ എയർടെല്ലിന്റെ ആണോ ഉദ്ദേശിച്ചത്? പരിശുദ്ധാത്മാവിന്റെ റേഞ്ച് വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധ. ആത്മാവ് സഭകളോട് പറയുന്നുണ്ടെന്ന് ചെവിയുള്ള കേൾക്കട്ടെ. ചെവി, ആത്മച്ചെവി. ഇന്നലെ നമ്മൾ കണ്ടു പൗലോസിനോട് ആത്മാവ് പറഞ്ഞു ആസിയിൽ പ്രസംഗിക്കരുത്, അല്ലേ? ഫ്രുഗിയിൽ പ്രസംഗിക്കരുത്. ഇത് പുള്ളി കേട്ടത് ഏത് ഇൻസ്ട്രുമെന്റ് കൊണ്ടാണ്? അതാണ് ഇവിടെ ചെവി എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ചെവി. മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നത് അത് പിടിക്കാനൊരു സംവിധാനം അതിനുള്ളതുകൊണ്ട് അതിനകത്ത് വിളിക്കുകയും ചെയ്യാം, എഴുതുകയും ചെയ്യാം. ആൾക്കൂട്ടത്തിനിടയിൽ ഇരുന്നോട് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്ന കാണാം. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ഇപ്പൊ ഇറങ്ങിയതല്ലേ? ദൈവം ഇതേ സിസ്റ്റമാണ് അകത്ത് വെച്ചിരിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ അകത്ത് എഴുതി തരാൻ പറ്റും. സന്ദേശം കറക്റ്റ് വെളിപ്പാടുകൾ എഴുതി തരാൻ പറ്റും, കാണിക്കാൻ പറ്റും. പിക്ചർ മെസ്സേജ് ഒക്കെ വരികയില്ല. പിക്ചർ മെസ്സേജ് ദൈവത്തിന് കാണിക്കാൻ പറ്റും, പരിശുദ്ധാത്മാവിന് കാണിക്കാൻ പറ്റും. പക്ഷെ ഇതെല്ലാം റേഞ്ച് ഉള്ളിടത്ത് കൂടും. ശ്രദ്ധ വേണം, ശ്രദ്ധ വേണം, ശ്രദ്ധ വേണം. വെളിപ്പാട് പുസ്തകത്തിൽ 10 പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ് ചെവിയുള്ളവൻ, ചെവിയുള്ളവൻ. അതിന്റെ അർത്ഥം ആത്മാവിന്റെ ശബ്ദത്തിനായിട്ട് ട്യൂൺ ചെയ്തവനായിരിക്കണം. അശ്രദ്ധ നിമിത്തം നിങ്ങളുടെ കൃപകൾ നഷ്ടപ്പെട്ടു പോകാം. എപ്പോഴും
ശ്രദ്ധയുണ്ടായിരിക്കണം. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, അറിയുക. രണ്ട്, ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ടത് മാത്രം പറയട്ടെ. മൂന്നാമത്തേത്, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് വായിച്ചിട്ടുള്ളതാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. ആത്മാവിനെ കെടുക്കരുത്. മതി. ഇതാണ് മൂന്നാമത്തെ കാര്യം. കെടുക്കരുത്, കെടുക്കരുത്. ഏതൊരു വിളക്കും കത്തിച്ചിട്ട് പിന്നെ അതിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ കെട്ടോളൂ. ഏതൊരു തീയും കത്തിച്ച് കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? കെടും. എങ്ങനെയാ കെടുന്നത്? ഒന്ന്, ഇന്ധനം തീർന്നാൽ കെട്ടും, കാറ്റടിച്ചാൽ കെട്ടും, ശരിയായ വായു പ്രവാഹം ഇല്ലെങ്കിൽ കെട്ടും, എന്തെങ്കിലും അതിന്റെ മുകളിലോട്ട് വീണാൽ കെട്ടും. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും എന്ത് സംഭവിക്കും? തീ കെടും. ശരിയാണോ? ഓക്കെ. അപ്പൊ കെടാതിരിക്കണം എന്ത് ചെയ്തോണ്ടിരിക്കണം? കത്തിച്ചോണ്ടിരിക്കണം. അല്ലേ? കെടാതിരിക്കണമെങ്കിൽ കത്തിച്ചോണ്ടിരിക്കണം. കെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യണ്ട, കത്തിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ആത്മാവിനെ കെടുത്തരുത്. ഇല്ല, ഞാൻ കെടുത്തിയില്ല, പക്ഷെ കെട്ടുപോയി. കുഞ്ഞെ, നീ വിളക്ക് കെടുത്തിയോടാ? ഇല്ല, ഞാൻ കെടുത്തിയില്ല. എന്നിട്ടിപ്പോ കെട്ടാ തന്നെ? എനിക്കറിയാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ കത്തിയ കെടുത്താൻ ഒന്നും ചെയ്യണ്ട. വെറുതെ ഇരുന്നാൽ മതി. വെറുതെ ഇരുന്നാൽ കെട്ടുപോകും. വെറുതെ ഇരുന്നാൽ കെട്ടുപോകും. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. 2 തിമോത്തിയോസ് 1:6, 2 തിമോത്തിയോസ് 1:6. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് അതുകൊണ്ട് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. മതി. തിമോത്തിയോസ് 4:14 കൂടെ വായിച്ചു. മൂപ്പന്മാരുടെ കഴിവോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നെയുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി. ഈ രണ്ട് വാക്കുകൾ ചേർത്ത് വെച്ച് പഠിച്ചാൽ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്, ജ്വലിപ്പിക്കണം, കെടുക്കരുത്. 3 പദങ്ങൾ ചേർത്ത് വെച്ച് പഠിക്കുക. പരിശുദ്ധാത്മാവിനോട് നാം പാലിക്കേണ്ട മര്യാദ ഈ 3 ചേർന്നാൽ ഒരു ആശയം കിട്ടും. കെടുത്തരുത്, ജ്വലിപ്പിക്കണം, ഉപേക്ഷയായി വിചാരിക്കും. ഉപേക്ഷയായി വിചാരിച്ചാൽ കെട്ടുപോകും. സ്തോത്രം, 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 സ്തോത്രം. ഉപേക്ഷയായിട്ട് വിചാരിക്കുക. ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനും ആത്മാവിൽ നിറയുവാനും നാം ടൈം എടുക്കണം. ഉപേക്ഷയായിട്ട് വിചാരിച്ചാൽ കെട്ടുപോകും. എനിക്ക് പലരെയും അറിയാം, അങ്ങനെ കെട്ടുപോയി. ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ സമയമെടുക്കും. ആത്മാവിന് വേണ്ടി കാത്തിരിക്കും. ആത്മശക്തിക്കായിട്ട് കാത്തിരിക്കണം. ആത്മനിറവിന് വേണ്ടി കാത്തിരിക്കണം. ശക്തി പുതുക്കണം, ആവർത്തിക്കണം, നിറയണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം. ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ അർത്ഥം ഉപേക്ഷയായിട്ട് വിചാരിച്ചതാണ്. ഉപേക്ഷയായിട്ട് വിചാരിച്ചു. ഉപേക്ഷയായിട്ട് വിചാരിച്ചാൽ കെട്ടുപോകും. കെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ കത്തിച്ചുകൊണ്ടിരിക്കണം. ഇത് പരിശുദ്ധാത്മാവിനോട് പാലിക്കേണ്ട അതിപ്രധാനപ്പെട്ട മര്യാദയാണ്. മനസ്സിലാവുന്നുണ്ടോ? വലിയ കാര്യമൊന്നുമല്ല, വളരെ ചെറിയ കാര്യം. ഉപേക്ഷയായിട്ട് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ആരാധിക്കുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു സഭയിലാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാ പറഞ്ഞത്? കെട്ടുപോകും. ഇത്രയുള്ള കാര്യം. ആത്മാവിൽ ആരാധിക്കുന്നതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കൂട്ടായ്മ 3 ആഴ്ച പോയാൽ എന്ത് സംഭവിക്കും?
കെട്ടുപോകും. ഇത്രയുള്ള കാര്യം, വേറെ ഒരു കാര്യം. ജ്വലിപ്പിക്കണം, ജ്വലിപ്പിക്കണം, ജ്വലിപ്പിക്കണം. തീയെ കെടാതിരിക്കണമെങ്കിൽ ഊതണം. പിന്നെ പച്ച വിറക് ഉണങ്ങിയ വിറകിന്റെ കൂടെ വെച്ചാൽ അതും കൂടെ കത്തും. ആരാധിക്കുന്ന ജനത്തിന്റെ ഇടയിൽ പോയിരുന്ന ജ്വലിക്കുന്ന വിശ്വാസികളോട് ചേർന്നിരുന്ന ആത്മാവിൽ ആരാധിക്കുന്നവരുടെ കൂടെ ഇരുന്ന ദൈവം അതൊക്കെ പതുക്കെ 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 കത്താൻ തുടങ്ങും. പതുക്കെ പതുക്കെ കത്താൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ആരാധിക്കുന്നവർ ആരാണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ളവരോട് ചേർന്ന് ആരാധിക്കണം. ഒഴിഞ്ഞ മൂല കണ്ടുപിടിച്ച് മാറിപ്പാറിയിരുന്നാൽ ഒരു കാലത്തും നിറയത്തില്ല. കത്തുന്ന കൊള്ളിയോട് ചേർന്നിരിക്കുക. തനിയെ കത്താൻ തുടങ്ങും. ഊതി കത്തിക്കുക. അതിനെ പ്രകാശിപ്പിക്കുന്ന വചനങ്ങൾ കിട്ടുക. അതിനെ പ്രകാശിപ്പിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക. അതിനെ പ്രകാശിപ്പിക്കുന്ന അനുഭവങ്ങൾ കേൾക്കുക. അതിനെ കെടുത്തുന്ന കഥകൾ കേൾക്കരുത്. അതിനെ കെടുത്തുന്ന വ്യക്തിയോട് സംസാരിക്കരുത്. അതിനെ കെടുത്തുന്ന പ്രസംഗം കേൾക്കരുത്. ആത്മാവിനെ കെടുത്തുന്ന പ്രസംഗം കേൾക്കരുത്. ആത്മാവിനെ കെടുത്തുന്ന കൂട്ടായ്മ പോകരുത്. ആത്മാവിനെ കെടുത്തുന്ന പുസ്തകം വായിക്കരുത്. ആത്മാവിനെ കെടുത്തുന്ന മാസിക വായിക്കരുത്. യേശുവിന്റെ നാമത്തിൽ അതിന്മേൽ നമുക്കൊരു നല്ല തീരുമാനം ഉണ്ടായിരിക്കും. അതിന്മേൽ നമുക്ക് നല്ലൊരു തീരുമാനം ഉണ്ടായിരിക്കും. ഈ മാസിക വായിച്ചിട്ട് എന്റെ ആത്മീയം കെടുകയാണോ ചെയ്തേ എങ്കിൽ ആ മാസിക ഇനി വായിക്കണ്ട. വായിക്കാൻ കൊള്ളാവുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ഇത് വായിച്ചിട്ട് എന്റെ ആത്മീയം കെടുകയാണോ എങ്കിൽ എന്താ വായിക്കുന്നത്? പരദൂഷണം പറയുക, പരദൂഷണം കേൾക്കുക, മറ്റൊരുത്തന്റെ ദാസനെ വിധിക്കുക, പരകാര്യങ്ങളിൽ ഇടപെടുക. ഇതെല്ലാം ചെയ്യുമ്പോൾ കെട്ടുപോകും കേട്ടോ. മറക്കരുതേ, കെട്ടുപോകും. നാളുകൾ കൊണ്ട് കെട്ടുപോയി. ഊതി കത്തിക്കുക. നിനക്കേതാ പ്രധാനം? വല്ലവരുടെയും കാര്യം അന്വേഷിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് നമ്മുടെ ആത്മനിറവിനെ നിലനിർത്താൻ ശ്രമിക്കാം. നമുക്ക് നമ്മുടെ ആത്മശക്തിക്കായി വില കൊടുക്കാം. പ്രിയപ്പെട്ടവർക്ക്, മറ്റൊന്നും നമുക്ക് പ്രധാനമല്ല. എനിക്ക് എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ നിറവ് നഷ്ടപ്പെടരുത്. എനിക്ക് എന്റെ ദൈവകൃപ നഷ്ടപ്പെടരുത്. എനിക്ക് അതാണ് പ്രധാനമെന്ന് പറഞ്ഞ് അതിനായിട്ട് വില കൊടുക്കുക. അറിയുക, ശ്രദ്ധിക്കുക, കത്തിക്കുക. നാലാമത്തെ കാര്യം, ദുഃഖിപ്പിക്കരുത്. പല പ്രാവശ്യം വായിച്ചതാണ് എഫേസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് നാം പാലിക്കേണ്ട മര്യാദയാണ് അതല്ല. ദുഃഖിപ്പിക്കരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ ഒരു ദിവസം ആത്മാവിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ആത്മാവിൽ ആരാധിച്ചില്ലെങ്കിൽ, ആത്മനിറവിനെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ, ആത്മാവിനെ കുറിച്ച് ഓർത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഞെരുങ്ങും, ദുഃഖിക്കും. എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുക. അത് മുൻകരുതലോടുകൂടെ ജീവിച്ചുകൊള്ളുക. അങ്ങനെ സംഭവിക്കാൻ സാധ്യത. ഈ വാക്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട. പരിശുദ്ധാത്മാവ് ദുഃഖിച്ചാൽ പരിശുദ്ധാത്മാവ് ഒന്നും ഉണ്ടത്തില്ല. പരിശുദ്ധാത്മാവ് വിട്ടുപോകും. ദാവീദ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. 51-ാം സങ്കീർത്തനം. പതിനൊന്നാം വാക്യം. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുത്. ഇതാരാണ് പ്രാർത്ഥിക്കുന്നത്? ദാവീദ്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. ഒന്ന് ശ്രദ്ധിച്ച്. ഇത് താൻ ഇത്ര വേദനയോടെ പറയാൻ കാരണം എന്നാണെന്നറിയാമോ? തനിക്കൊരാളെ അറിയാം. അദ്ദേഹത്തിന്റെ പേര് ശൗൽ. ദാവീദിനേക്കാൾ സ്മാർട്ടാണ്. ദാവീദിനേക്കാൾ കാണാനൊക്കെ സ്മാർട്ടാണ്. ദാവീദിനേക്കാൾ പൊക്കം കൂടിയ ആളാണ്, കഴിവുള്ള ആളാണ്. ദാവീദിനേക്കാൾ സീനിയറാണ്.
അങ്ങേരിൽ നിന്ന് ദൈവം പരിശുദ്ധാത്മാവിനെ അങ്ങ് എടുത്തു കഴിഞ്ഞ് അങ്ങേരെ അനുഭവിച്ച ദുരിതം, അങ്ങനെ കാണിച്ച വേഷം കെട്ട് മുഴുവനും ദാവീദ് കണ്ടതാ. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നിട്ട് ഒരു മനുഷ്യൻ ആത്മാവ് നഷ്ടപ്പെട്ടാത്ത കോലം ദാവീദ് കണ്ടതാ. അതിന് പകരം പിന്നെ ശൗൽ എന്നാ കിട്ടിയത്? ദുരാത്മാവ്. ഇത് കണ്ട ഓർമ്മയുള്ളത് കൊണ്ട് ജീവിതത്തിലൊരു തെറ്റുപറ്റി. തന്നിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുമോ എന്ന് ഭയപ്പെട്ട് താൻ പൊട്ടിക്കരയുകയാണ്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കരുതേ. ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണിതെന്ന് ദൈവമക്കളെ തിരിച്ചറിയുക. ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണിതെന്ന് തിരിച്ചറിയുക, അറിയുക, ശ്രദ്ധിക്കുക, ജ്വലിപ്പിക്കുക, ദുഃഖിപ്പിക്കരുത്, കെടുത്തരുത്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനായി ശ്രദ്ധയുള്ള, ഒരുക്കമുള്ള ഹൃദയത്തോടെ നമുക്ക് ജീവിക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞിട്ട് നിർത്തും. 1 കൊരിന്ത്യർ 14. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മിക വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മിക വർധന വരുത്തുന്നു. 1. അന്യഭാഷയിൽ സംസാരിക്കാം. ദൈവത്തോട് സംസാരിക്കാനായിട്ട് അന്യഭാഷ ഉപയോഗിക്കുന്നു. 2ാം വാക്യത്തിൽ കഴിഞ്ഞ ദിവസം വായിച്ചതല്ലേ, മനുഷ്യരോടല്ല. അപ്പം അന്യഭാഷയുടെ 1ാമത്തെ ഉപയോഗം ദൈവത്തോട് സംസാരിക്കുക. ആത്മീയ വർധന, പേഴ്സണലായിട്ട് ആത്മീയ വർധന വരുത്തുക. പിന്നെ 13ാം വാക്യമായി, അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നത് മറ്റുള്ളവരോട് ദൂതായിട്ട് പിന്നീട് വളരാം, വ്യാഖ്യാനപരം പ്രാപിക്കാം. അതൊരു ശുശ്രൂഷയിലേക്കുള്ള വളർച്ചയുണ്ട്. അതിന് 2ാമത്തെ ഉപയോഗം. 14ാമത്തെ വാക്യം, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കും. 3ാമത്തെ ഉപയോഗം അല്ലേ? 3ാമത്തെ ഉപയോഗം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. അടുത്തത് വായിച്ചു. എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു, ആകയാൽ എന്ത് ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. അതായത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പാടും. അന്യഭാഷയിൽ പാടാം. നാല് കാര്യമായി. പിന്നെ ബുദ്ധി കൊണ്ടും പാടും, അല്ല നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചെയ്യാം. അന്യഭാഷയിൽ സ്തോത്രം ചെയ്യാം അഥവാ ആരാധിക്കാം. ഇങ്ങനെ 5 കാര്യം അന്യഭാഷ കൊണ്ട് ചെയ്യാം. ഇതിൽ ദൂത് പറയുന്നത് മാത്രം അത് നമ്മുടെ ഇടയിൽ അധികം ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. പൊതുവിൽ അന്യഭാഷയിൽ ശക്തമായി സംസാരിക്കും. ഇങ്ങനെയുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് അനുഭവങ്ങളുണ്ട്. അവിടെ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ അത് പ്രയോജനമില്ല. എന്നാൽ വർഷിപ്പ് ചെയ്യുന്നത് അതല്ല. വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഒറ്റയ്ക്കൊരാൾ അന്യഭാഷയിൽ പൊതുവിൽ പറയുന്ന ദൂത് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കണം. എന്നാൽ അന്യഭാഷയിൽ ആരാധിക്കുന്നതിനെ വിലക്കാൻ പാടില്ല. അന്യഭാഷയിൽ ആരാധിക്കുക, ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അന്യഭാഷയിൽ ആരാധിക്കുക. അന്യഭാഷ പാടാനും ആരാധിക്കാനും സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉപയോഗിക്കാം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. ബുദ്ധി അബലമായിരിക്കും എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിക്കാതെ വളരെ നേരം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. ആ ഒരു അനുഭവത്തിനായിട്ട് കൊതിക്കുക, ആ ഒരു അനുഭവം ഡെവലപ്പ് ചെയ്തെടുക്കുക. വലിയ അനുഭവമാണ്, വളരെ ശ്രേഷ്ഠമായ അനുഭവമാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ഉന്നതമായ അനുഭവം. അതിനുവേണ്ടി കൊതിക്കുക. ഇന്നലെ ഒരു സഹോദരനോട് സംശയം പറഞ്ഞു, എനിക്ക് ഈ ദിവസങ്ങളിൽ ഇവിടെ ഇരുന്നുള്ള ഈ ആരാധനയിൽ തന്നെ ചില പുതിയ ഭാഷകൾ ലഭിച്ചു, എന്നാൽ ഫ്ലുവായിട്ട് ലഭിക്കുന്നില്ല എന്ന്. അത് സിമ്പിളായിട്ട് ഉത്തരവാദിന്
ഏത് ഭാഷയും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അന്യഭാഷയിൽ ലഭിച്ചത് ലജ്ജ കൂടാതെ പറയും, ലഭിച്ചത് വാ തുറന്ന് പറയുക, മടിക്കാതെ പറയുക. മറ്റുള്ളവർ എന്ത് വിചാരിച്ചോട്ടെ, നമുക്ക് എന്നാ പ്രയോജനം? ലജ്ജ മാറ്റി, മടി മാറ്റി, ബഹുമാനത്തോടെ ഭക്തിയോടെ ലഭിച്ച ഭാഷ ഉപയോഗിക്കുക. അപ്പൊ അത് ഡെവലപ്പായി വരും. സ്തോത്രം. ഇത്ര ശ്രേഷ്ഠമായ അനുഭവത്തെ പുച്ഛിക്കരുത്. കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയണം. കളിയാക്കിയിട്ടുണ്ടെങ്കിൽ കുറ്റബോധത്തോടെ ദൈവസന്നിധിയിൽ കുറ്റം സമ്മതിച്ച് ഏറ്റുപറയണം. ഇനി പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ എന്നാ ചെയ്യണം? പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ എന്നാ ചെയ്യണം? പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, നമുക്കൊരു വലിയ ദാഹവും ആഗ്രഹവും ഈ വിഷയത്തിൽ ഉണ്ടാകുക. സ്തോത്രം. വാക്യം യോഹന്നാൻ 7:37. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം ദാഹം. ദാഹിക്കുക, ആഗ്രഹിക്കുക, വാഞ്ചിക്കുക. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് ചെല്ലുവാൻ കാക്ഷിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥന. ലൂക്കോസ് 11:13. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ദാഹിക്കുക, ചോദിക്കുക. മൂന്നാമത്തേത് പ്രാപിക്കുക. ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്ക വന്ന് എന്ത് ചെയ്യണം? കുടിക്കണം. അല്ലേ? അപ്പൊ കുടിക്കൽ എന്ന് പറഞ്ഞ പ്രക്രിയ ആര് ചെയ്യണം? ഈ വരുന്ന ആള് തന്നെ ചെയ്യണം. അല്ലേ? അല്ലേ? കുടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു കുതിരയെ വെള്ളത്തിന്റെ അടുക്ക കൊണ്ടുവരാം, പക്ഷെ കുടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുടിക്കണം, അഥവാ ഏറ്റെടുക്കണം, പ്രാപിക്കണം, സ്വീകരിക്കണം, ഉൾക്കൊള്ളണം. അതൊരു വളരെ ചെറിയൊരു കാര്യമാണ്. പക്ഷെ അവിടെ വരെ വന്നിച്ച ആളുകൾ മടിച്ചു നിൽക്കും. വായിലോട്ട് ഒഴിക്കത്തില്ല, നമ്മളങ്ങ് ഏറ്റെടുക്കണം. ഈ മൂന്ന് കാര്യമാണ് പ്രഥമം, അതിന്റെ അടിസ്ഥാനപരമായ പടികൾ. ദാഹിക്കുക, ചോദിക്കുക, സ്വീകരിക്കുക. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഏതൊരാൾക്കും ലഭിക്കും. കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്ന ഏതൊരാൾക്കും കിട്ടും. ഒരു തടസ്സമില്ല. ദാഹിക്കുക, ചോദിക്കുക, പ്രാപിക്കുക. എപ്പോഴൊക്കെയാണ് പരിശുദ്ധാത്മാവ് വന്നതായിട്ട് നമ്മൾ കാണുന്നത്? ഒന്നാം കൂട്ടമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നു. ഇന്നലെ കണ്ടതാണ് അപ്പോസ്തലർ പ്രവൃത്തി 2, അല്ലേ? അപ്പോസ്തലർ പ്രവൃത്തി 1:14 കണ്ടു. പ്രാർത്ഥന കഴിച്ചു പോകുന്നു, അല്ലേ? 2:1 അവരുടെ മധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. അപ്പോ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലേക്ക് വരും. 4:31 വായിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പറഞ്ഞാട്ടെ. പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ശരിയാണോ? അപ്പൊ പ്രാർത്ഥിക്കുന്നതാണ് ഇതിനുള്ള. പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് വരും. ഓക്കെ. രണ്ടാമത് 16-ാം അധ്യായം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. മതി, അത് ഭൂകമ്പമല്ല. പിന്നെ എന്താണത്? പരിശുദ്ധാത്മാ പ്രവൃത്തിയാണ്. ഭൂകമ്പമാണെങ്കിൽ അപകടം ഉണ്ടായിരുന്നു. ആർക്കും ഒരു പരിക്കും പറ്റിയിട്ടില്ല. ഭയങ്കര പവർ അവിടെ വ്യാപരിച്ചു. ഇരുമ്പ് ഗേറ്റുകളെല്ലാം തുറന്നു. വലിയ വിട്ടുതലുണ്ട്. ആത്മശക്തി ഇറങ്ങി വന്നാൽ കെട്ടുകൾ പൊട്ടും. ആത്മശക്തി ഇറങ്ങി വന്നാൽ ഗേറ്റുകൾ തുറക്കും. പരിശുദ്ധാത്മശക്തി ഇറങ്ങി വന്നാൽ വാതിലുകൾ തുറക്കും. നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കും. നമ്മുടെ ഉള്ളിലേക്ക് ആത്മശക്തി ഇറങ്ങി വന്നാൽ
പിശാച് കെട്ടിയിരിക്കുന്ന കെട്ടുകൾ മുറിഞ്ഞു പോകും. കുടുംബങ്ങളായി പാരമ്പര്യങ്ങളായി ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ, ചങ്ങലകൾ മുറിഞ്ഞു പോകും. ആത്മശക്തി ഇറങ്ങി വന്നാൽ അത് ഇന്ന് രാത്രി സംഭവിക്കട്ടെ. നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവ് ഇറങ്ങി വരുമ്പോൾ, ആത്മശക്തി ഇറങ്ങി വരുമ്പോൾ കെട്ടുകൾ പൊട്ടും, ചങ്ങലകൾ മുറിയും, ഗേറ്റുകൾ തുറക്കും. യേശുവിന്റെ നാമത്തിൽ അത് ഇന്ന് രാത്രി സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിച്ചപ്പോൾ വന്നു, പാട്ടുപാടിയപ്പോൾ വന്നു. 10-ാം അധ്യായം 44-ാം വാക്യം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. 3-ാമത്തെ രംഗം, വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് വന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുന്നിടത്ത്, ശ്രദ്ധിക്കുന്നിടത്ത്, വിശ്വാസത്തോടുകൂടെ ശ്രദ്ധിക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വരും. പാട്ട് പാടുന്നതിന് തെറ്റില്ല, വചനം കേൾക്കുന്നത് നല്ലതാണ്, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇതൊന്നുമല്ലാതെയും വന്നിട്ടുണ്ട്. 7-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 54-55. ഇത് കേട്ടപ്പോൾ അവർ കോപാപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. മതി. വായിച്ചപ്പോൾ എന്താ മനസ്സിലായത്? പരിശുദ്ധാത്മാവ് വന്ന 4-ാമത്തെ രംഗം, മറ്റുള്ളവർ നിനക്കെതിരെ പല്ല് കടിക്കുമ്പോൾ, നിനക്കെതിരെ കല്ലുകൾ വരുമ്പോൾ, നിനക്കെതിരെ പോരുകൾ വരുമ്പോൾ, നിനക്കെതിരെ അപവാദത്തിന്റെ കല്ലുകൾ വരുമ്പോൾ, നിനക്കെതിരെ അപമാനത്തിന്റെ ചെളി വരുമ്പോൾ, നിനക്കെതിരെ പീഡനത്തിന്റെ കല്ലുകൾ വരുമ്പോൾ പരിശുദ്ധാത്മ ശക്തി ശരീരത്തിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അഭിഷേകം പ്രാപിച്ചവരോട് ഞാൻ ചോദിക്കട്ടെ, ഭയങ്കരമായി നമ്മളെ മറ്റുള്ളവർ ദേഷ്യം പിടിപ്പിക്കുമ്പോ ആത്മാവിൽ നിറയാറുണ്ടോ? രണ്ട് നിറവാ അവിടെ കാണുന്നത്, 54, 55. ഒന്നുകൂടെ വായിച്ചു. ഇത് കേട്ടപ്പോൾ അവർ കോപാപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവര് കോപം കൊണ്ട് പറഞ്ഞു, ഇവനോ പരിശുദ്ധാത്മാവ്. ഇതാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. മറ്റുള്ളവർ കോപം കൊണ്ട് നിറയുമ്പോൾ നമുക്ക് ആത്മാവ് കൊണ്ട് നിറയാം. മറ്റുള്ളവർ പരിഹസിച്ച് തുള്ളിച്ചാടുമ്പോൾ നമുക്ക് ആത്മാവിൽ നിറയാം. വേദനയുടെ നടുവിൽ ആത്മാവിൽ നിറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ക്ലേശങ്ങളുടെ നടുവിൽ ആത്മശക്തി ശരീരത്തിലേക്ക് വന്നാൽ ഒരു വിടുതലാണ്. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും ഉത്തരം എന്നാണെന്നറിയോ? അഭിഷേകം. ജയിലാണോ? പരിഹാരം അഭിഷേകം. കല്ലേറാണോ? പരിഹാരം അഭിഷേകം. പട്ടിണിയാണോ? പരിഹാരം അഭിഷേകം. പ്രതിസന്ധിയാണോ? പരിഹാരം അഭിഷേകം. നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും ഉത്തരം അഭിഷേകം. എല്ലാ ചോദ്യത്തിനും ഉത്തരം അഭിഷേകം. എല്ലാ പ്രതിസന്ധിക്കുമുള്ള ദൈവിക മറുപടി അഭിഷേകം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി കണ്ണടയ്ക്കാം. ഹല്ലേലൂയ. ഓ ജീസസ്. ആത്മശക്തി പ്രാപിക്കുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അല്പസമയം വേർതിരിക്കുന്നു. ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അന്ത്യകാലത്തെ സാഹചര്യത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ ഇട്ടുവരും. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ആത്മാവിൽ നിറയും. ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ സമയമാണ്. This is the time. നാളെയല്ല, ഇന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊരിക്കൽ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്ന ദിവസം ഓർക്കുന്നു. മാങ്ങാനം ജോസഫ് എന്ന് പറയുന്ന ദേവദാസനാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്.
ഞാൻ ഉപവാസത്തോടുകൂടി ഇരുന്നു, പക്ഷേ എനിക്ക് ലഭിച്ചില്ല. ഞാൻ വളരെ നിരാശനായി എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്തിരുന്ന സൈമൺ എന്നുള്ള ഒരു ചെറുപ്പക്കാരൻ, അവനിപ്പോൾ കുവൈറ്റിലുണ്ട്, ഇവിടെ വന്നിട്ട് കണ്ടില്ല. എൻ്റെ ഈ നമ്പർ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ബാബു പോകരുത്, നീ അഭിഷേകരായിരുന്നാണ് ഞാൻ ദർശനം കണ്ടത്. ഞാൻ എന്തോ കണ്ടേ, നിന്റെ തലയിൽ ഒരു സ്റ്റീൽ ടെംപ്ലർ പോലെ തിളങ്ങുന്ന ഒരു പാത്രത്തിൽ നിന്ന് എന്തോ ഇങ്ങനെ ഒഴിക്കുന്ന പോലെ ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞെന്നാ ഞാൻ ഇരിക്കാമെന്ന്. അപ്പോഴത്തേനും ദൈവാസന്മാരെല്ലാം പോയി, വിശ്വാസികളെല്ലാം പോയി. ഞാൻ സൈമൺ തന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ ഉണ്ടായ ഭയങ്കര ശബ്ദം കാരണം വിശ്രമിക്കാൻ പോയ ദൈവാസന്മാരെല്ലാം തിരിച്ചു. ആ ഉച്ച കഴിഞ്ഞത്തെ മീറ്റിംഗ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അന്ന് രാത്രി 12 മണി വരെ ഞങ്ങൾ ആരാധിക്കുക. ഞാൻ 18 മൈൽ സൈക്കിൾ ചവിട്ടിയാണ് ആ പ്രയറിന് പോയത്. ആ അഭിഷേകം ആണ് ഇന്ന് വരെ എന്നെ നിലനിർത്തിയത്. നേരിട്ടതായ പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ ഈ ഒരു അഭിഷേകമാണ് നിലനിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അഭിഷേകം പ്രാപിക്കുവാൻ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരാം. Glory to Jesus. Glory to Jesus. കർത്താവിനോട് പ്രാർത്ഥിക്കാം. പാട്ട് പാടണമെങ്കിൽ പാടാം, പക്ഷേ കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് അവർ പാടിയപ്പോൾ ആത്മാവ് വന്നതും വായിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ഒരുക്കത്തെ കാണിക്കുക. ആരാധന നടുവിലേക്ക് ആത്മാവ് ഇറങ്ങി വരും. അതെല്ലാം ഒരു ഒരുക്കത്തെ കാണിക്കുക. ഇതൊരു ദൈവിക അനുഭവം അല്ലേ? ഇത് ബുദ്ധി കൊണ്ട് പ്രാപിക്കാൻ പറ്റത്തില്ലല്ലോ, ഇത് ജ്ഞാനം കൊണ്ട് പറ്റത്തില്ല, യുക്തി കൊണ്ട് പറ്റത്തില്ലല്ലോ. നമുക്കൊന്ന് താഴാൻ പ്രിയപ്പെട്ട, നമുക്കൊന്ന് വിനയപ്പെടാം, നമുക്കൊന്ന് ഫ്രീ ആകാം, നമുക്കൊന്ന് വിട്ടുകൊടുക്കാം. വിമർശന ബുദ്ധി കളയാം, പാപങ്ങൾ ഏറ്റുപറയാം. പരിശുദ്ധാത്മാവിനെ പുച്ഛിച്ച് പറഞ്ഞിട്ടുള്ളതെല്ലാം കർത്താവിനോട് ഏറ്റു പറഞ്ഞാണ്. ഞാൻ ഇന്ന് പ്രാപിച്ചേ പോകുള്ളൂ എന്ന് ദൈവത്തോട് പറഞ്ഞു. നിന്നെ അലട്ടുന്ന എല്ലാ പ്രശ്നത്തിനും ഉത്തരം ഇതിനകത്തുണ്ട് കേട്ടോ. നിന്റെ രോഗത്തിന് സൗഖ്യം ഇതിനകത്തുണ്ട്. നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതിനകത്തുണ്ട്. നിന്റെ ആത്മീയ ജീവിതം പൊളിച്ചു പണിയാൻ പോവുകയാണ്. നിന്റെ നിരാശകൾ മാറാൻ പോവുകയാണ്. നിന്റെ മേലുള്ള ശാപങ്ങൾ മുറിഞ്ഞു മാറാൻ പോവുകയാണ്. നിന്റെ മേലുള്ള പൈശാചിക ആധിപത്യം വിട്ടുപോകാൻ പോവുകയാണ്. ഈ ശുശ്രൂഷയ്ക്കെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി ഞാൻ ശാസിക്കുന്നു. ആത്മശക്തി ഇവിടേക്ക് വ്യാപരിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ദൈവത്തിന്റെ തീവ്ര കാറ്റത്ത് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് ആലോചന പറഞ്ഞ് അനുദിനവും കൂടെ ഇരുന്ന് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കൂട്ടായ്മയും നാം ഏവരോടും കൂടി ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ പൂർണ്ണ ജയം തന്ന കർത്താവിന് കരങ്ങൾ ഉയർത്തി ആമേൻ. കർത്താവായ യേശുവേ, God bless.